ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം, നമ്മൾക്ക് ഒരു ദുരന്തമോ ഒരു കേസോ വഴക്കോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ പുറകിലും പോകരുത്. കാരണം നമ്മൾക്ക് നീതി കിട്ടില്ല. സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ആ മുതലെടുപ്പിന് വേണ്ടി ഭയങ്കര നാടകങ്ങൾ കളിക്കും. ഞാൻ അനുഭവസ്ഥനാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കേസുണ്ടായപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയക്കാരും എന്നെ സമീപിച്ചിരുന്നു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകും, അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേത് ചെയ്യും, പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് പ്രമുഖർ എന്നെ കാണാൻ വന്നിരുന്നു. ഇപ്പോൾ സ്ഥിതി എന്തായി? വന്നവർ പ്രതികളെ സംരക്ഷിക്കുന്നു. നിയമത്തിൻ്റെ വഴിക്ക് പോവുക, നമ്മൾ കോടതിയിൽ സമീപിക്കുക. ഈ രാഷ്ട്രീയക്കാരൻ്റെ പുറകിലൊന്നും പോയിട്ട് യാതൊരു കഥയുമില്ല. ഇവനൊക്കെ അവൻ്റെയൊക്കെ മുതലെടുപ്പിന് വേണ്ടി ചാനലുകാരുടെ മുന്നിൽ വന്ന് നാടകം കാണിക്കും. അതാണ് നിങ്ങളെല്ലാവരും കണ്ടതായിരുന്നല്ലോ ആ വീഡിയോകളൊക്കെ. വർഷം 8 നിങ്ങൾ ഓർത്തിരിക്കില്ലെങ്കിലും എനിക്ക് മറക്കാൻ പറ്റുമോ? ഇപ്പോൾ ഞാനിത് പറയാൻ കാര്യം, ഇന്ന് ആ പ്രതികളെ സംരക്ഷിക്കുന്നത് അന്ന് എന്നോട് പറഞ്ഞ ആ രാഷ്ട്രീയക്കാർ തന്നെയാണ്. അവർ സംരക്ഷിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ന് പ്രതികൾ ജയിലിലായിരുന്നേനെ. ഞാനിതിവിടെ പറയാൻ കാരണം, ഈ 2 ദിവസമായിട്ട് ചാനലിലൊക്കെ കാണുന്നു, ഒരു ആദിവാസി യുവതിയെ പോലീസുകാർ അപമാനിച്ചെന്നും പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. എല്ലാ രാഷ്ട്രീയക്കാരും അവരുടെ പുറകിലാണ്. ഇപ്പോൾ 2 ദിവസത്തേക്ക് ഇവർ കാണും, പിന്നെ ഒറ്റ ഒരെണ്ണം തിരിഞ്ഞു നോക്കത്തില്ല. ഇലക്ഷൻ സമയമാണെങ്കിൽ പിന്നെ പറയും വേണ്ട, കയറി ഇറങ്ങി നടക്കുക വീട്ടിൽ. അതുകൊണ്ട് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, ഇവനെ ഒന്നും നമ്പരുത്. നമ്മൾ നിയമത്തിൻ്റെ വഴിക്ക് പോവുക. ഞാൻ നിയമത്തിൻ്റെ വഴിക്കാണ് പോകുന്നത്. എനിക്ക് പോലീസിൽ നിന്നും സർക്കാരിൽ നിന്നും നീതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ വേറെ വഴിക്ക് പോവുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം പിന്നീട് ഞാൻ പറയാം. കാരണം കോടതിയിൽ കിടക്കുന്ന കേസാണ്. അതെന്തായാലും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും. നന്ദി, നമസ്കാരം.